ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ദിവസം പുറത്തിറങ്ങിയതാണ് ഫാമിലി ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ രാവിലെ ഞങ്ങൾ പുറപ്പെട്ടു. കുറച്ച് നേരം സമയമെടുത്തു റാപ്പിഡോ ഒക്കെ ബുക്കാവുന്നില്ലായിരുന്നു. അതെന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ അങ്ങനെ വണ്ടി കിട്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാംഗ്ലൂരിൽ നമുക്ക് നല്ല റെൻ്റാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്സിലൊക്കെ നമുക്ക് 1 ബെഡ്റൂം ഹാള് കിച്ചണിനുള്ളതൊക്കെ 25,000 ആയിരിക്കും. നമ്മളൊക്കെ താമസിക്കുന്നിടത്ത് കുറവാണ്. ഔട്ട്സ്കേർട്സ് ആയതുകൊണ്ട് ഒരു 9,000 12,000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ IT ഹബ്ബൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നല്ല റെൻറ്റാണ്. 25K എബോവ് ആണ് 1 BHK വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ വീട്ടിലങ്ങനെ എത്തി. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ഇതാണ് നമ്മുടെ കുറുമ്പീസ്. അപ്പോൾ ഇതുങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു കുറച്ച് നേരം. അങ്ങനെ ഞങ്ങൾ എവിടെയാണ് പുറത്ത് പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മന്തി കഴിച്ചാലോ എന്ന് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു. മട്ടൻ മന്തിയൊക്കെ കഴിച്ചാലോ എന്നിങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങളങ്ങനെ പുറപ്പെട്ടു. അങ്ങനെ നെഹദി മന്തി റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ എത്തിയത്. ഇത് മടിവാലയിൽ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിലായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വീക്കെൻഡിലല്ല കേട്ടോ വന്നത്, അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കില്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ആക്ച്വലി ക്യൂ ആണ്. വീക്കെൻഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കായിരിക്കും, ക്യൂ നിൽക്കേണ്ടി വരും, 1 hour വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞങ്ങൾ ലക്കിലി 4 ആ ടൈമിൽ പോയതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും വെയിറ്റ് ചെയ്യേണ്ട സമയം വന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത മട്ടൻ മന്തി എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ജ്യൂസി ആൻഡ് ടെൻഡറി ടെക്സ്ചറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മട്ടൻ മന്തി. അപ്പോൾ ഞങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ മട്ടൻ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ പതിവ് പോലെ തന്നെ ഞങ്ങൾ അവിടുത്തെ മറ്റേ ജീരക മിഠായി ഇല്ലേ, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളെപ്പോഴും കഴിക്കാറുള്ളതാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് ഒന്ന് ചെന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം ഞങ്ങൾ മൂവി തിയേറ്ററിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവരിവിടെ കണ്ണാടി മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ണിലേക്ക് ഡസ്റ്റ് പോകാതിരിക്കാനായിട്ട് ജോൺ ചേട്ടായും പിള്ളേരൊക്കെ കണ്ണാടി മേടിച്ചു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് എടുത്തതിന് ശേഷം റെസ്റ്റ് എടുത്തതിന് ശേഷം തിയേറ്ററിലെത്തി. ദൃശ്യം 3 ഫിലിം കാണാനായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങളങ്ങനെ എത്തി. അപ്പോൾ ഫിലിമൊക്കെ കണ്ട് അങ്ങനെ നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ വീട് നമ്മൾ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നടന്നു പോകാൻ അത്രയും ദൂരം ഉള്ളൂ. നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ ഓടിയെത്തി, മഴ നനഞ്ഞാണ് ഞങ്ങൾ ഓടിയെത്തി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കാർട്ടൂണിൻ്റെ ബഹളമായിരുന്നു പിള്ളേരുടെ. ഈ കാർട്ടൂൺ ഭയങ്കര കോമഡിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ പൊതുവെ ഞാൻ കാർട്ടൂൺ അങ്ങനെയൊന്നും കാണാറില്ല. പിള്ളേരൊക്കെ ആയിട്ടിരിക്കുമ്പോൾ കാർട്ടൂൺ കാണാറുണ്ട്, നല്ല ഭംഗിയാണ്. പിന്നെ അന്നത്തെ ദിവസവും ഞങ്ങൾ ഫുഡ് പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ സേവറി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഇതും ലേറ്റായിട്ട് തന്നെയാണ് വന്നത്. ഇവിടുത്തെ ഫിഷ് മീൽസ് ആൻഡ് പിന്നെ ചിക്കൻ മീൽസ്, അതുപോലെ തന്നെ മീൻ പൊള്ളിച്ചത്, പിന്നെ കുട്ടികൾ മലബാർ ബിരിയാണി, ഇതൊക്കെയാണ് ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളങ്ങനെ അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ ഐസ്ക്രീമൊക്കെ, എന്തെങ്കിലും സ്വീറ്റൊക്കെ കഴിക്കാനുള്ള കൊതി ഉണ്ടാവുമല്ലോ. അപ്പോൾ എവിടെന്നെങ്കിലും ഐസ്ക്രീം മേടിക്കണം എന്നുള്ള കൊതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു എവിടുന്ന് ഐസ്ക്രീം കഴിക്കേണ്ടതെന്ന്. ഇതാണ് സേവറി റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടുന്ന് ഞങ്ങളങ്ങനെ പുറപ്പെട്ടു വീട്ടിലേക്ക്. പിന്നെ ഐസ്ക്രീം മേടിച്ചു. ഇത് അറിയാൻ മേലാത്തവരുണ്ടാവത്തില്ലല്ലോ മടിവാലയിൽ ഈ ഐസ്ക്രീം. വനില ഫ്ലേവറാണ് ഞാൻ വാങ്ങിച്ചത്. അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. നല്ല മഴയുണ്ടായിരുന്നു, നല്ല ട്രാഫിക്കായിരുന്നു. അങ്ങനെ 2.5 മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പോൾ അതുവരെ ടാറ്റാ ബൈ, സീ യു.